പിറന്നു മണ്ണിൽ ദൈവം, തെളിഞ്ഞു മണ്ണിൽ സ്വർഗം, ഉയർന്നു സ്വർഗഗീതം മാനവരെല്ലാം ഏറ്റുപാടി. പിറന്നു മണ്ണിൽ ദൈവം, തെളിഞ്ഞു മണ്ണിൽ സ്വർഗം, ഉയർന്നു സ്വർഗഗീതം മാനവരെല്ലാം ഏറ്റുപാടി. ദൈവത്തിന് മഹത്വം, സന്മനസ്സിനുടയവർക്ക് ശാന്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, സന്മനസ്സിനുടയവർക്ക് ശാന്തി. പിറന്നു മണ്ണിൽ ദൈവം, തെളിഞ്ഞു മണ്ണിൽ സ്വർഗം, ഉയർന്നു സ്വർഗഗീതം മാനവരെല്ലാം ഏറ്റുപാടി. ഡിസംബർ മാസവും ക്രിസ്മസുമെല്ലാം നമ്മെ ഓർപ്പിക്കുന്ന ഒട്ടനവധി ഘടകങ്ങളുണ്ട്. വാൽ നക്ഷത്രം, കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ, ആട്ടിടയന്മാർ, ബേത്ലഹേമിലെ കാലിത്തൊഴുത്ത്, പുൽക്കൂട്, അങ്ങനെ പോകുന്ന പലതും. എന്നാൽ യേശുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ ദൈവം മാനവജാതിക്ക് കൈമാറിയ ഒരു സന്ദേശമുണ്ട്. ഭയപ്പെടേണ്ട എന്നുള്ളതാണത്. അമ്മയായ മറിയയോടും യോസഫിനോടും ആട് മേയിച്ചുകൊണ്ടിരുന്ന ആട്ടിടയന്മാരോടും ദൈവം ഇതേ സന്ദേശം ആവർത്തിക്കുകയുണ്ടായി. ഭയപ്പെടേണ്ട. ഭയം മനുഷ്യജീവിതവുമായി ഇഴുകിച്ചേർന്ന് കിടക്കുന്ന ഒന്നാണ്. ശൈശവം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഇങ്ങനെ മനുഷ്യൻ്റെ ഏത് ജീവിതാവസ്ഥയിലും അവൻ ഭയത്തോട് പോരാടിക്കൊണ്ടേയിരിക്കും. എന്നാൽ വേദപുസ്തകം ഉത്ബോധിപ്പിക്കുന്ന ഒന്നുണ്ട്, അത് ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ ദൂതൻ യേശുവിൻ്റെ അമ്മയായ മറിയയോട് ഭയപ്പെടേണ്ട എന്ന് പറയുന്നുണ്ട്. ദൈനംദിന ജീവിതത്തിൽ പ്രതീക്ഷകൾക്ക് വിപരീതമായ വിഷയങ്ങൾ സംഭവിക്കുമ്പോൾ നാം ഭയപ്പെട്ടു പോകാറുണ്ട്. അങ്ങനെ ചിലതൊക്കെ ദൈവം അനുവദിക്കുന്നത് നാം കർത്താവിനെ അറിയാനും അവനിൽ വളരാനായിട്ടുമാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സാധാരണ യഹൂദ പെൺകുട്ടി എന്ന നിലയിൽ മറിയയുടെ ഉള്ളിൽ തികട്ടി വന്ന ചോദ്യം ഇതെങ്ങനെ സംഭവിക്കുന്നതാണ്. അതിന് മറുപടിയായി ദൂതൻ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. 1, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. 2, വിശ്വസിക്കുക മാത്രം ചെയ്യുക. സംശയിച്ചു പകച്ചു നിന്ന മറിയയോട് വിശ്വാസത്തോടെ ചൂടുവെക്കാൻ ദൂതൻ ആലോചന പറയുന്നു. ദൈവിക പദ്ധതിയുടെ ഭാഗമാകണമെങ്കിൽ ഭയവും സംശയവുമല്ല വേണ്ടത്. മറിയ പറഞ്ഞതുപോലെ വിശ്വാസത്തോടെ പറയാൻ കഴിയണം, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. വിഷയങ്ങൾ അസംഭവ്യമാണെന്നോ അതെങ്ങനെ സംഭവിക്കുമെന്നോ ഭയപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്ന ഒരാളാണ് താങ്കളെങ്കിൽ യേശുവിൻ്റെ അമ്മയായ മറിയയെ ബലപ്പെടുത്തിയ കർത്താവിൻ്റെ വചനം നമ്മയും ഓർപ്പിക്കുന്നു. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. കർത്താവിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ.